നമസ്കാരം. ഇൻഡിഗോ അങ്ങനെ സർക്കാരിൻ്റെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുവാനായിട്ട് സന്നദ്ധമായിരിക്കുകയാണ്. അതിനനുസരിച്ച് മുട്ടുമടക്കിയിരിക്കുകയാണ്. ഇന്നു മുതൽ FTTAL നോംസ് അനുസരിച്ച് മാത്രമേ ഇൻഡിഗോയ്ക്ക് പ്രവർത്തിക്കുവാൻ കഴിയുകയുള്ളൂ. അത്തരത്തിലുള്ളൊരു ഉറപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇന്നു മുതൽ അത്തരത്തിലുള്ളൊരു പ്രവർത്തനങ്ങളുമായിട്ട് ഇൻഡിഗോ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഉറപ്പ്. ഫെബ്രുവരി 11-നാണ് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നൽകിയ ഏറ്റവും അന്തിമമായ ഡേറ്റ് അവസാനിക്കുന്നത്. ഡിസംബർ 5-നായിരുന്നു ഡേറ്റ് അവസാനിച്ചതെങ്കിലും ഇത് ഫെബ്രുവരി 10-നകം ഇതിൻ്റെ നോംസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻഡിഗോയിൽ നടപ്പിലാക്കി എടുത്താൽ മതി എന്നായിരുന്നു നിർദ്ദേശം. അതിനനുസരിച്ച് ഫെബ്രുവരി 11 മുതൽ രാജ്യത്തെ സ്കീം പൂർണ്ണമായും ഇൻഡിഗോ അനുസരിക്കണം. അതിനനുസരിച്ച് മാത്രമേ രാജ്യത്ത് എയർലൈൻ ഓപ്പറേഷനുകൾ നടത്താനാകൂ. 2025 ഡിസംബറിൻ്റെ ആദ്യ ദിവസങ്ങളിൽ ഇൻഡിഗോയ്ക്ക് നേരിട്ട വിമാന തടസ്സങ്ങൾ കണക്കിലെടുത്താണ് ഒറ്റത്തവണ താൽക്കാലിക ഇളവ് അനുവദിച്ചത്. യാത്രക്കാരുടെ സുരക്ഷയും താൽപ്പര്യവും സംരക്ഷിക്കുന്നതിനൊപ്പം വിമാന പ്രവർത്തനങ്ങൾ സുസ്ഥിരമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിട്ടായിരുന്നു ഈ ഇളവ് അനുവദിക്കപ്പെട്ടത്. കർശനമായ നിബന്ധനകളോടെയാണ് ഇളവ് വന്നത്. ഇൻഡിഗോ ഫ്ലൈറ്റ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഡാറ്റ എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കൽ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തന റിപ്പോർട്ടുകൾ നൽകുക വേണം എന്നതായിരുന്നു ചട്ടം. ഇളവിൻ്റെ കാലയളവിൽ DGCA എയർലൈൻ പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വന്നു. യാത്രക്കാരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നും അവരുടെ അസൗകര്യങ്ങൾ പരിഹരിക്കുന്നതിൽ വിമാനത്താവളങ്ങളിൽ ഉദ്യോഗസ്ഥരെ വിന്യസിക്കുകയും ചെയ്തു. ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് ഇൻസ്പെക്ടർമാർ ഇൻഡിഗോയുടെ ഓപ്പറേഷൻ കൺട്രോൾ സെൻറ്ററിൽ നിലയുറപ്പിച്ചിരുന്നു. ഇളവിൻ്റെ കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് തീർച്ചയായിട്ടും ഇതിൻ്റെ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമെന്ന് ഇൻഡിഗോ റെഗുലേറ്റർമാർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഫെബ്രുവരി 11 മുതൽ പുതിയ മാനദണ്ഡങ്ങൾ പാലിക്കുമെന്ന് ആവർത്തിച്ച നിയമപരമായിട്ട് തന്നെ അവർ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഡിസംബറിൽ ഏതാണ്ട് 0-ൽ നിന്ന് ഫെബ്രുവരി ആയപ്പോൾ എയർലൈൻ ഗ്രൂപ്പ് ബഫർ 3% വർദ്ധിച്ചു. കൂടാതെ പൈലറ്റ് ടു എയർക്രാഫ്റ്റും ഉയർത്തിയിട്ടുണ്ട്. ഫെബ്രുവരി 11 മുതൽ ചട്ടക്കൂട് അനുസരിച്ച് സ്റ്റാഫ് ബഫറുകളും വർദ്ധിപ്പിക്കും. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഇപ്പോൾ മുന്നോട്ട് പോയിട്ടുണ്ട്. എന്തായാലും വലിയ വിമാന കമ്പനിയാണ്, തങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളൊന്നും നടപ്പിലാക്കാൻ പറ്റില്ല എന്ന അഹങ്കാരമായിരുന്നു ആദ്യം ഇൻഡിഗോയ്ക്കെങ്കിൽ പിന്നീട് ഇന്ത്യയെ ഒരു പാഠം പഠിപ്പിക്കുകയായിരുന്നു മോദി സർക്കാർ. ഇന്ത്യയിൽ നിലനിൽക്കണമെങ്കിൽ ഇന്ത്യയുടെ നിയമങ്ങൾ അനുസരിച്ച് മാത്രമേ നിലനിൽക്കൂ, അല്ലെങ്കിൽ ഇവിടെ ആർക്കും പ്രവർത്തിക്കാൻ പറ്റില്ല എന്ന് കൃത്യമായി തന്നെ ഇൻഡിഗോയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അങ്ങനെ ഇൻഡിഗോ ഒടുവിൽ ഇന്ത്യൻ സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് തന്നെ ഇന്ത്യയിൽ പ്രവർത്തിക്കും. അങ്ങനെ വഴങ്ങി തന്നെ മുന്നോട്ട് പോവുകയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.